അപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക്, അതായത് IB-യിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ്റലിജൻസ് ബ്യൂറോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന നമ്മുടെ IB സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ ആയിരുന്നു 2025 ടയർ 1 ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിട്ടേൺ കഴിഞ്ഞിട്ടുള്ള ടൈം 29/9/2025, 30/9/2025 തുടങ്ങിയ ടൈമുകളിലായിരുന്നു ഇതിൻ്റെ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു. എക്സാമിനേഷൻ ഏകദേശം അപേക്ഷ കഴിഞ്ഞു 1 മാസത്തിന് ശേഷം തന്നെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 1.5 മാസത്തിലുള്ള എക്സാം കഴിഞ്ഞു. അതിനുശേഷം ഏകദേശം 1.5 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ടയർ 2 എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ ടയർ 3 എക്സാമിനേഷനും കൂടി ഇതിന് വരുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. 3 ഘട്ട സെലക്ഷനാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിരവധി പേര് സെലക്ട് ആയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വേക്കൻസിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഒരുപാട് സ്ക്രോൾ ചെയ്ത് പോകണം. നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്ഥലത്തിൻ്റെ പേര് കൊടുത്ത പോലെ തിരുവനന്തപുരം എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് തിരുവനന്തപുരം. സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ താഴെയുള്ള മൊത്തം കേരളത്തിലുള്ളവരാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇത്രയും പേര് സെക്കൻഡ് ടയർ എക്സാമിനേഷന് വേണ്ടി സെലക്റ്റഡ് ആണ്. ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് പേര് തന്നെ സെലക്ട് ആയിട്ടുണ്ട്. നിരവധി പേര് സെലക്ട് ആയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ ആണ് കേട്ടോ. ഇതൊക്കെ കേരളത്തിൻ്റെ ലിസ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും കേരളത്തിൻ്റെ തന്നെയാണ്. ഒരുപാട് പേര് കേരളത്തിൽ സെലക്ട് ആയത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടം വരെ ഏകദേശം കേരളമാണ്. ഇതിൻ്റെ ഇടയിൽ മറ്റുള്ള സ്ഥലം വന്നിട്ടില്ല. ഞാൻ സ്പീഡിൽ സ്ക്രോൾ ചെയ്തത് മേ ബി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് കേരളത്തിൽ വന്ന് കാണാൻ സാധിക്കും. ഇത്രയും കേരളത്തിൽ അത്യാവശ്യം വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ലിസ്റ്റിൽ വേണ്ട. അതായത് ഇത്രയും താഴെ കണ്ട മുഴുവൻ പേരും ഇത്രയും പേരും കേരളത്തിന് വേണ്ടി സെലക്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി ഇവരാണ് ടയർ 2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതും ടയർ 3 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതും. ടയർ 2 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവാണ്, എഴുത്ത് പരീക്ഷ ആയിരിക്കും കേട്ടോ. ഒരു പെന്നും പേപ്പറും ഉണ്ട്, അതിന് നമ്മൾ എഴുതുക വേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ടയർ 3 എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇൻ്റർവ്യൂ ആയിരിക്കും ടയർ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ മെത്തേഡ്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.